ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു അത്രേ. മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ആഘോഷം അരങ്ങേറുന്നത് കാണാനിടയായി. അറിയാൻ വയ്യാഞ്ഞിട്ട് കേരളത്തിലെ മാപ്രകളോട് ചോദിക്കുകയാണ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത് ഒരാളെ 14 ദിവസം റിമാൻഡ് ചെയ്തതിന് ശേഷം ആ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതിയല്ല, നിരപരാധിയാണെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് എഴുതി വയ്ക്കാൻ പറ്റുമോ വിവരമില്ലാത്ത കഴുതകളെ എന്നാണ് നിങ്ങളോട് ആദ്യമേ ചോദിക്കാൻ തോന്നുന്നത്. അതായത് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത വ്യക്തിയെ സ്വാഭാവികമായും കുറ്റപത്രത്തിൽ അവരുടെ പേര് പരാമർശിക്കുന്നതും അവരെ പ്രതി ചേർത്തായിരിക്കുമല്ലോ അത് സമർപ്പിക്കുന്നതും. ഇന്നിപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് PP ദിവ്യയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കി അത് സമർപ്പിച്ചിരിക്കുന്നത്. ആ സമർപ്പിച്ചതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചതിനപ്പുറം അവർ 2 പ്രതികരണങ്ങൾ എടുക്കുന്നത് കാണാനിടയായി. ഒന്ന് അഭിഭാഷകൻ്റെയും മറ്റൊന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുവിൻ്റെയും. ഈ 2 പ്രതികരണങ്ങൾ നാട്ടുകാർ കേൾക്കേണ്ടതാണ്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഇതോടുകൂടി PP ദിവ്യ ജയിലിലാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കണമല്ലോ, അല്ലെങ്കിൽ അവർ ഇതോടുകൂടി ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കണമല്ലോ. ആ ഒരു പ്രതീതി ഇടതുപക്ഷക്കാരിയായി സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അത് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി. വിജയനും മകനും കോൺഗ്രസ് MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണനെതിരെയും DCC പ്രസിഡൻറ്റിനെതിരെയും പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് അവരെ റിമാൻഡ് ചെയ്തിട്ടില്ല. അവരാണ് മരണകാരണമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി വച്ചിട്ടും അവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവുണ്ടായി. പക്ഷേ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു യാത്രയപ്പ് ചടങ്ങിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പേര് പറയാതെ, അഴിമതി ഉണ്ടെന്ന് പറയാതെ അവർ ഒരു പരാമർശം നടത്തി അവിടെ നിന്ന് കടന്നു പോകുന്നു. അതുമാത്രമാണ് PP ദിവ്യ ചെയ്തിരിക്കുന്ന ഏക തെറ്റ്. ആജീവനാന്തകാലം ഒരു ഇടതുപക്ഷക്കാരി ആയതുകൊണ്ട് ജയിലിൽ അടയ്ക്കണമെന്നാണ് ചില മഞ്ഞ ഓൺലൈൻകാരും ചില ഇടതുപക്ഷ വിരുദ്ധരും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് IC ബാലകൃഷ്ണനെയോ അല്ലെങ്കിൽ വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്തതിൽ IC ബാലകൃഷ്ണനെയോ DCC പ്രസിഡന്റിനെയോ ഒന്നും ജയിലിലടയ്ക്കണ്ട. ഒന്നിൽ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു, ഒന്നിൽ ഒരു പരാമർശം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ആ 2 വിഷയവുമായി മുൻനിർത്തി ആലോചിച്ചതിന് ശേഷം ഈ പ്രതികരണം ഒന്ന് കേട്ടെ. ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? അവർ ഈ പ്രതിയുമായിട്ട് ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കാരണം, അവരെ കണക്ട് ചെയ്യുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുടെ അന്വേഷണം നടക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഇന്റൻഷൻ പുറത്തു വരികയുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന്റെ പേരിൽ ഒരു ആത്മഹത്യ എന്നതിൽ വളരെ ഈസിയായിട്ട് ഈ കേസിലെ പ്രതിയെ നാളെ കുറ്റപത്രം കൊടുത്തു കഴിയുമ്പോൾ നിയമത്തിന്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. കുറ്റപത്രം എനിക്ക് അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അതിൽ അവർ സൂയിസൈഡ് ആസ്പെക്ട് മാത്രമായിട്ട് അന്വേഷിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക പ്രതി മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളതെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റോ ഇതൊന്നും തന്നെ ഈ SIT അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആവുമായിരുന്നു. പിന്നെ ഈ SIT രൂപീകരിച്ചുകൊണ്ടോ അതിന്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടോ ഉള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല. അതെ, കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്തിരിക്കുന്നത് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നിട്ടില്ല. അത് വരട്ടെ. പക്ഷേ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ഒരു പരാമർശത്തിൻ്റെ പേരിൽ. പക്ഷേ ആ പരാമർശം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായി മനസ്സിലാകും ആ പരാമർശത്തിൻ്റെ പേരിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ആയി എന്ന് ഇവിടത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ചങ്ങ് പ്രചരിപ്പിച്ചു. ആ പ്രചരണം കൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കപ്പെടില്ല. അവിടെയാണ് ഗൂഢാലോചനയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഈ അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതാരാണ്? ഹൈക്കോടതിയാണ്. ആരെങ്കിലും എതിർത്തിട്ടാണോ? അല്ല. ഹൈക്കോടതി കേസിൻ്റെ മെറിറ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഒരു സ്വാഭാവിക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞു. ആ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ PP ദിവ്യ ചെയ്ത തെറ്റെന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായി ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു അഴിമതി നടന്നു എന്ന് ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച്
ആ നടത്തിയ വ്യക്തിക്ക് ഒരു സൂചന കൊടുത്തു. ആ സൂചനയ്ക്കപ്പുറം മറ്റൊരു കാര്യവും അവർ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അയാൾ കൈക്കൂലി വാങ്ങിയെന്ന് പോലും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും താൻ നിരപരാധിയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ PP ദിവ്യ അവിടെ വന്നിട്ട് തൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞ ആ കാര്യത്തിന് അതേ വേദിയിൽ എണീറ്റ് നിന്ന് എനിക്കെതിരെ അങ്ങനെ തെളിയിച്ചാൽ ഈ പണി ഞാൻ അവസാനിപ്പിക്കുമെന്ന് തിരിച്ച് വെല്ലുവിളിക്കാൻ പോലും അവസരമുണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. പക്ഷേ പിന്നീട് 3:30 അവസാനിച്ച പരിപാടിയിൽ പുലർച്ചെ 4:30 എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനിടയിൽ പല സംഭവവികാസങ്ങളുണ്ടായി. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ PP ദിവ്യയെ എന്തിനോ വേണ്ടി ഇതിൽ കരുവാക്കുന്നു. അവർക്ക് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണം ഒരു മഹാ അപരാധമൊന്നുമല്ല. അപരാധമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരെ വേട്ടയാടാൻ പരിശ്രമിക്കുന്നവരടുത്ത് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും പുറത്തു വരേണ്ടതുണ്ട്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് PP ദിവ്യ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ്. ക്വാർട്ടേഴ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കാണുന്നതിന് തൊട്ട് തലേ ദിവസം പ്രശാന്ത്, പമ്പുടമയായ പ്രശാന്ത്, ആഭരണം പണയം വെച്ച് 1 ലക്ഷം രൂപ വായ്പയെടുത്തു എന്നും പറയുന്നുണ്ട്. ഈ പണം എങ്ങോട്ട് പോയി? അത് ഇതുവരെ ഉത്തരമായിട്ടില്ല. അവിടെയാണ് PP ദിവ്യയുടെ നിരപരാധിത്വം പുറത്തു വരേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് കരുതിക്കൊണ്ട് PP ദിവ്യയെ ഇന്നുകൂടി നിങ്ങൾക്ക് വാർത്ത ആഘോഷമാക്കാം. ഇത് ഏറ്റവും ഒടുവിലത്തെയും അവസാനത്തെയും എപ്പിസോഡാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിനുശേഷം നിങ്ങൾക്ക് അവർക്കെതിരെ ബ്രേക്കിംഗ് വെണ്ടയ്ക്ക് നിരത്താൻ ഇനി ഒരിക്കലും ഒരവസരമുണ്ടാകില്ല. അവസാന ബസ്സാണെന്ന് വളരെ കൃത്യമായി ബന്ധുക്കളുടെ പ്രതികരണം തെളിയിക്കുന്നുണ്ട്.